ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ്. പഴയ കാലത്തുള്ള പുഴുക്കലരി കൊഴുക്കട്ട. അത് കുക്കറിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം. എൻ്റെ ഏടത്തിയാണ് അത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസിയുമാണ്, സ്വാദിഷ്ടമാണ്. നോക്കാം. നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള പുഴുങ്ങലരികളിലുള്ള കൊഴുക്കട്ടയാണ്. അത് കുക്കറിലാണോ ഇന്ന് വെക്കുന്നത്? കുക്കറിൽ വെച്ച് നോക്കാം, ആവിയില്. അങ്ങനെ. അപ്പൊ വെള്ളം ഒഴിക്കാനോ? അല്ല, വെള്ളം ഞാൻ പൊടിച്ചത് വാസ്തവത്തിൽ ഞാൻ മിക്സിയിൽ പൊടിച്ച്, ഗ്രൈൻഡറിലല്ല. എന്നിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് തേങ്ങ ഇട്ട് മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടു. പിന്നെ ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ജീരകം ഇട്ടു. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ശകലം ജീരകം. പിന്നെ ഇത് കുഴച്ച് ആവിയിൽ വേവിക്കാം. ഇന്ന് കുക്കറിലാ വേവിക്കാം. ബോഡിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ആവശ്യത്തിന് വെള്ളം കുക്കറിൽ ഒഴിച്ചിട്ട് ഞാൻ ഈ തട്ട്, ഈ ചെറിയ തട്ട് ഇതിൽ വയ്ക്കാം. ഇഡലി തട്ട്. നമ്മളിതെല്ലാം വെച്ച് കഴിഞ്ഞു. ഇനിയും നമ്മളിത് പിന്നെ ഗ്യാസേ വെച്ച് കത്തിക്കണം. അടച്ച് വിസിലിട്ടിട്ട് ഒരു 3 വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 7-8 മിനിറ്റ് സിമ്മിലിടണം. സിമ്മിലിട്ട് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് ആവി പോയി കഴിയുമ്പോൾ തുറന്നാൽ നല്ല കൊഴുക്കട്ട റെഡി. ഇപ്പം വിസിൽ 3 കഴിഞ്ഞപ്പോൾ നമുക്കിത് സിമ്മാക്കി വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്തിയിട്ട് തുറന്ന് നോക്കാം. 10 മിനിറ്റ്, നമ്മൾ 5 മിനിറ്റ് സിമ്മാക്കി വെച്ചു, പിന്നെ നിർത്തി. ഇപ്പോൾ ആവിയൊക്കെ പോയി. നമുക്കൊന്നും തുറന്ന് നോക്കാം എന്തോ ആയെന്ന്. അഥവാ വെന്തിട്ടില്ല, നമ്മൾ ഒരു വിസിലൂടെ ഒരു സ്പൂണെടുത്ത് നോക്കാം. നല്ല കൊഴുക്കട്ട റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ടെടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 5 മിനിറ്റ് നമ്മുടെ കൊഴുക്കട്ട റെഡിയായി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചമ്മന്തി കൂട്ടി കഴിക്കാം.